പ്രിയ കുട്ടികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്ലാസ് മുറികളിൽ ഇരുന്നുകൊണ്ട് പഠനം അസാധ്യമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രതിസന്ധിയെ നാം മറികടന്നേ മതി. നമ്മുടെ സ്കൂൾ അധികാരികൾ അതിനായിട്ടുള്ള മികച്ച തരത്തിലുള്ള ഓൺലൈൻ സംവിധാനം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒരു മിനിറ്റ് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രവർത്തന പരിപാടികൾ ആരംഭിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്കായി മലയാളം ജനറൽ എന്ന പേരിൽ 3 പ്രവർത്തനങ്ങൾ നൽകിയവർക്കുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങളിൽ മിക്ക കുട്ടികളും പ്രതികരിക്കുകയുണ്ടായി. പലരുടെയും പ്രതികരണങ്ങൾ ഞാൻ വായിച്ചു നോക്കുകയും ചെയ്തു. അതിലെ പ്രവർത്തനം 1 ഞാനൊരു പത്രവാർത്തയായിരുന്നു നിങ്ങൾക്ക് നൽകിയത്. ആ പത്രവാർത്തയെ ചില കുട്ടികൾ ആ ചോദ്യത്തിന് അനുസൃതമായ രീതിയിൽ തന്നെ ഉത്തരം ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്ക കുട്ടികളും ഞാൻ നൽകിയ ചോദ്യത്തിന്റെ അനുയോജ്യമായ ഉത്തരമല്ല നൽകിയത്. ഞാൻ ചോദിച്ചതാണ്, ഈ അംഫൻ ചുഴലിക്കാറ്റ് ഒഡീഷ തീരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മനോഗതിക്ക് അനുസരിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമായിരുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയത്. അതിൽ പല കുട്ടികളും ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ മുൻകൂട്ടി വന്ന ആ പത്ര റിപ്പോർട്ടുകളും മറ്റും അതേപടി കോപ്പി ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾക്ക് സ്വമേധയാ ലഭിക്കുന്ന കഴിവുകളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ചോദ്യം തയ്യാറാക്കിയത്. അപ്പോൾ അത്തരത്തില് അവിടെ ചുഴലിക്കാറ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെയാണ് നിങ്ങൾ പത്രവാർത്താ രൂപത്തിൽ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാ കുട്ടികളും ആ ചെയ്ത പ്രവർത്തനം ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് നൽകിയത് COVID-19 ബന്ധപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ മഹാമാരിയായ COVID-19 ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും മറ്റ് സന്നദ്ധ അംഗങ്ങളെയും എല്ലാം പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കവിത തയ്യാറാക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ പലരും അത് ചെയ്തത് നിങ്ങളുടെ അവസ്ഥയും ലോക്ക്ഡൌണിൽ പെട്ട് പുറത്തിറക്കാൻ മേലാത്ത കാര്യവും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എഴുതുന്നത്. ചുരുങ്ങിയത് 12 ലൈനെങ്കിലും എഴുതണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് നമ്മുടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. മലയാളം പ്രവർത്തനങ്ങൾ LP സെക്ഷനിലേക്ക് വരും, UP സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ചോദ്യ മാതൃകകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തെ ഭാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ വരിക. ഞാൻ തികച്ചും ഏറ്റവും ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ 3 പ്രവർത്തനങ്ങളിലൂടെ നൽകുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് നൽകിയ പ്രവർത്തനം കത്തെഴുതുക എന്നതായിരുന്നു. നിങ്ങളുടെ സുഹൃത്ത് ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട അന്യ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. അപ്പൊ ആ സുഹൃത്തിനെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു കത്ത് ഒഫീഷ്യൽ ലെറ്ററായിട്ടാണ് വരിക. നമുക്കറിയാം 3 തരത്തിലുള്ള കത്തുകളുണ്ട്. ഒഫീഷ്യൽ ഉണ്ട്, ഫ്രണ്ട്ലി ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ലെറ്ററുകൾ മറ്റൊക്കെ. അപ്പൊ ഇത് ഒഫീഷ്യലാണ്. അവിടെ നമ്മൾ മന്ത്രിയെ സല്യൂട്ടേഷൻ നടത്തുമ്പോൾ
അവിടെ സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രി എന്നല്ല, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ല, നമ്മുടെ സുഹൃത്താണ്. അത് നമ്മുടെ സഹോദരങ്ങൾ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരെയൊക്കെയാണ് നമ്മൾ ഈ തരത്തിൽ അഭിസംബോധന ചെയ്യുക. അവിടെ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഒരു പദപ്രയോഗമാണ്. അവരുടെ കത്തെഴുതി നമ്മൾ ചുരുക്കുന്ന സമയത്ത്, കത്ത് നിർത്തുന്ന സമയത്ത് എന്ന് സ്നേഹപൂർവ്വം എന്ന് ചിലർ എഴുതി കാണിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിൽ ഒരിക്കലും സ്നേഹപൂർവ്വം എഴുതാൻ പാടില്ല. കാരണം നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ അധികാരികൾക്ക് നൽകുന്ന ഒരു കത്താണ്. അപ്പൊ അവിടെ നിന്ന് സ്നേഹപൂർവ്വം എന്നതിന് പകരം വിശ്വസ്തയോടെ എന്ന് ചേർക്കുന്നതാണ് വളരെ ഉചിതമായത്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾ മൂന്നും ഞാൻ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നിരുന്നു. അത് വളരെ വൃത്തിക്ക് ചെയ്ത കുട്ടികളുണ്ട്, അത് തിരിഞ്ഞു നോക്കാത്ത കുട്ടികളുണ്ട്, ചിലർ കടമയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പൊ തീർച്ചയായും അതിനെ വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് വൃത്തിയിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെ ഞാൻ മറ്റ് ചില പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതില് ഒന്ന്, നമ്മുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് 5, 6, 7 ക്ലാസ്സുകളിലെ ചില കേരള പാഠാവലിയുടെ ചില പാഠങ്ങളുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നതിനാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ് 5 ഞാൻ നൽകുന്നത് കേരള പാഠാവലിയിലെ ചങ്ങമ്പുഴയുടെ മലയാള നാടേ ജയിച്ചാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മലയാള നാടേ ജയിച്ചാൽ എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോ ഈ ആസ്വാദന കുറിപ്പ് നമ്മള് 5ാം ക്ലാസ്സിലേക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിരുന്നാലും ഇത് കൃത്യമായി ചെയ്ത് തിരിച്ചയക്കുക. അതിന്റെ അത്യാവശ്യമായിട്ടുള്ള എഡിറ്റിംഗ് എല്ലാം നടത്തി നമുക്കത് വേണ്ട രീതിയിൽ പറഞ്ഞു തരും. പിന്നെ ക്ലാസ് 6 കേരള പാഠാവലിയിൽ തന്നെ പെട്ട വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ചിത്രം എന്ന കവിത. ഒരു ചിത്രം എന്ന കവിതയുടെ അതിന്റെ ആസ്വാദന കുറിപ്പാണ് തയ്യാറാക്കുന്നത്. അതേപോലെ 7ാം ക്ലാസ്സിന് കേരള പാഠാവലിയിലെ കെ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയാണ് ആസ്വാദന കുറിപ്പായിട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 ക്ലാസ്സുകളിലെയും ആസ്വാദന കുറിപ്പുകൾ അതാത് ക്ലാസ് ബേസിൽ കൃത്യമായി ചെയ്ത് അയച്ചു തരണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്.
അത്യാവശ്യം നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങണം. അവരുടെ കൂടെ സഹായത്തോടു കൂടി കുറ്റമറ്റ രീതിയിൽ ചെയ്യുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് നമുക്കറിയാം, ഈയിടെ കൊല്ലം ജില്ലയിൽ നടന്ന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വലിയ ഒരു സംഭവമായിരുന്നു. ഉത്ര എന്ന യുവതിയെ സ്വന്തം ഭർത്താവ് വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലിച്ചു. എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ അതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു സംഭവം ശരിക്കും അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യന് എന്താ പറയുക, സഹിക്കാനാവുന്നില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ, അവരുടെ അവസ്ഥ, ഈ ഒരു വാർത്ത നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം. അപ്പോ ഇങ്ങനെയുള്ള പല അതിക്രമങ്ങളും സ്ത്രീകൾക്കെതിരെ നടക്കുന്നു. ഈ അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകളുടെ നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് നേരെ പ്രതികരിച്ചുകൊണ്ട് നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോ ഇത് പുസ്തകാസ്വാദനമായിട്ട് നൽകിയിരിക്കുന്നത് പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് വരുന്നു. അതായത് ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 4ാമത്തെ പ്രവർത്തനമായിട്ട് കണക്കാക്കുക. അപ്പോൾ അടുത്തത് പ്രവർത്തനം 5. പോസ്റ്റർ നിർമ്മാണം. പോസ്റ്റർ നിർമ്മാണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയമാണ് അതിന്റെ തലക്കെട്ടായിട്ട് വരേണ്ടത്. അതായത് ഈ കൊല്ലത്ത് നടന്ന ഉത്രയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം സംഭവങ്ങൾ. ഇത് വളരെ വിചിത്രമായ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ചില സിനിമകളിലൊക്കെ നമുക്ക് കാണുന്നു, അല്ലേ? ചില സിനിമകളിൽ. പക്ഷെ ആ സിനിമയെ ജീവിതത്തിലേക്ക് എത്തിച്ച വലിയ ഒരു സംഭവമായിരുന്നു. ഇപ്പൊ പല സ്ത്രീകളും, അത് പ്രായഭേദമന്യേ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം ഈ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ നിർമ്മാണമാണ് നമ്മൾ ഇപ്പോൾ നടത്തേണ്ടത്. അപ്പോൾ തീർച്ചയായും ഇതിന്റെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ഈ 2 പ്രവർത്തനങ്ങൾ, ഒന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, മറ്റൊന്ന് പോസ്റ്റർ നിർമ്മാണം. ഇതിന് ഉചിതമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ കാലം നമുക്ക് ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത ഈ സമയം പൂർണ്ണമായും മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.